ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷ് തന്നെയാണ്. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. പഴംപൊരി ഉണ്ടാക്കാനുള്ള ചേരുവകളാണ് എടുത്തു വച്ചേക്കുന്നത്. ഇത് മൈദ 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, ഇത് 2 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര, ഇതൊരു എള്ള്, കറുത്ത എള്ള്, ഒരു ചെറിയ ടീസ്പൂൺ, ഇത് ബേക്കിംഗ് പൗഡർ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഇടുക. ഇത് മിക്സ് ചെയ്യാനുള്ള വെള്ളം, ഇത് ഏലക്കപ്പൊടി, പഴം, നേന്ത്രപ്പഴം, ഇതാണ് ഫുള്ളായിട്ടുള്ള പഴം, നേന്ത്രപ്പഴം. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വറക്കാൻ പാകത്തിന് വെച്ചിരിക്കുന്നു. ഇത് മൈദ 1 കപ്പ്, ഇത് റൈസ് പൗഡർ, അരിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ, പഞ്ചസാര. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുകയാണ്. മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടും. ഒരു ഇത്രയും പൊടിക്ക് സോൾട്ട്, ഉപ്പ് ഇടണം. പിന്നെ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ, ഇത് കറുത്ത എള്ള്, അതൊരു ടീസ്പൂൺ, ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചത്, ഇതെല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് എന്തോരം വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് മിക്സ് ചെയ്യണം. ഒരു 1/2 സ്പൂൺ കൂടി ഇട്ട് ഒരു അല്പം കളറിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, നല്ലോണം മിക്സ് ചെയ്യാം. ഈ തിക്നെസ്സിൽ, ഈ കട്ടിയിൽ കലക്കിയെടുക്കുക. നമുക്ക് സ്റ്റവ് വറക്കാനായിട്ട് ഉള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും, വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഏതെങ്കിലും ഓയിൽ, കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കും. 2-3 ദിവസം ഞാനിതിൽ ഇടണം. ഇതിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട്
ഉള്ളി നല്ലോണം മിക്സ് ചെയ്ത് ഓയിലേക്ക് ഇടാം. ഒന്ന് ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പീസ് ഇടാൻ പോയി. ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഇങ്ങനെ ഒരു മൂത്ത് വരാം. ലൈറ്റ് ഗോൾഡൻ, ലൈറ്റ് കളർ മതി. ഇനി എടുക്കാം. ഇതായിട്ടുണ്ട് കേട്ടോ. ഒരു ടിഷ്യൂ ഇട്ടിട്ട് ഉള്ള ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ പോകാൻ നല്ലതാണ്. പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം.